ശ്രീമന്നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗദഗദാശങ്കാരി പങ്കേരുഹാം. കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുഹാം. ഭഗവാന്റെ അണിഞ്ഞിരിക്കുന്ന ഓരോ ആഭരണങ്ങളെക്കുറിച്ചും 4 തൃക്കൈകളിലും ധരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നും ഈ ഒരു വരികളിൽ കൂടി പറയുകയാണ്. കേയൂരങ്ങൾ, അംഗദങ്ങൾ, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ, വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ഭംഗിയേറിയ ആ 4 തൃക്കൈകളിൽ കൈകളിൽ അണിഞ്ഞിരിക്കുന്നതാണ് ഈ പറഞ്ഞ ആഭരണങ്ങളെല്ലാം. ഈ 4 തൃക്കൈകളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവയെക്കൊണ്ട് ശോഭിക്കുന്നതും, കേയൂരം, അംഗദം, കങ്കണം, പിന്നെ രത്നങ്ങളെല്ലാം പതിച്ചിട്ടുള്ള അങ്കുലീയം, കൈത്തണ്ടയിൽ അണിഞ്ഞിരിക്കുന്നത്, കയ്യിലിട്ടിരിക്കുന്ന വളകൾ, മോതിരങ്ങൾ, ഇത് കൂടാതെ 4 കൈകളിൽ ഗദ, ശംഖ്, അരി എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം, പങ്കേരുഹ താമരപ്പൂവ്, ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്നതും, കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനിയും പൊന്നരഞ്ഞാണം കൊണ്ട്, കാഞ്ചനം സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം കൊണ്ട്, കാഞ്ചി അരഞ്ഞാണം കൊണ്ട്, ലാഞ്ചിതം അലങ്കൃതമായി, ലസത് വിലസുന്ന, പീതാംബരാലംബിനി മഞ്ഞപ്പട്ടുടയാട ചാർത്തിയതും, മഞ്ഞപ്പട്ട് ഉടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കാഞ്ചനം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം ചാർത്തിയിരിക്കുന്നതും, വിമലാംബുജദ്യുതിപദാം, വിമലം നിർമ്മലം, അംബുജം താമര, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന പദാം തൃപ്പാദങ്ങളോട് കൂടിയതും, ആർത്തിച്ഛിതം, ആർത്തി ദുഃഖം, ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതും ദുഃഖത്തെ മാറ്റുന്നതും, കാഞ്ചിത് വാക്കുകൾക്ക് വിവരിക്കുവാനാകാത്ത മഹിമയേറിയതുമായ, തവ നിന്തിരുവടിയുടെ, മൂർത്തി സ്വരൂപത്തെ, അഹം ഞാൻ, ആലംബേ ശരണം പ്രാപിക്കുന്നു. ഇവിടെ ഭഗവാന്റെ ആ രൂപം മുകളിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിനോട് ചേർത്ത് രണ്ടും കൂടി കേശാദിപാദ വർണ്ണനയായിട്ട് കൊടുത്തിരിക്കുകയാണ്. തോൾവളകൾ, കേയൂരം, തോൾവളകൾ, അംഗദം രണ്ടും അതെ, കൈവളകൾ, രത്നമോതിരങ്ങൾ ഇവയെല്ലാം അണിഞ്ഞ ഭഗവാന്റെ മനോഹരങ്ങളായ 4 തൃക്കൈകളിൽ ഗദാ, ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവയൊക്കെ ധരിച്ചിരിക്കുന്നു.
മഞ്ഞപ്പട്ട് ഉടുത്ത് അതിനു മേലെ പൊന്നരഞ്ഞാണം അണിഞ്ഞിരിക്കുന്നു. തൃപ്പാദങ്ങളോ നിർമ്മലമായ പരിശുദ്ധമായ താമരപ്പൂ പോലെ ശോഭിക്കുന്നു. ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നു. വാക്കുകൾക്ക്, ഭക്തന്മാരുടെ ദുഃഖങ്ങളെയെല്ലാം അകറ്റുന്ന വാക്കുകൾക്ക് അതീതമായ ഈ ഭഗവാന്റെ രൂപം, ആ രൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് മേൽപ്പത്തൂരിലൂടെ പറയുമ്പോൾ നമ്മളും എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ഭഗവാന്റെ രൂപത്തെ എപ്പോഴും ശരണം പ്രാപിക്കണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.